നമസ്കാരം. നിങ്ങൾ പലപ്പോഴും ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാറുണ്ടോ? എന്താണ് എൻ്റെ കുഞ്ഞ് ഇങ്ങനായത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ചിലപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ഇതാലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ഇങ്ങനൊരു പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചക്രപാണി. ഞാൻ ലൈഫ് കോച്ചും ഹീലറുമാണ് ആൻഡ് സ്വസ്തി ഫൗണ്ടർ ഓഫ് സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്ബ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് 100-ലധികം പേരൻസുമായിട്ട് നമ്മൾ പലതരത്തിലുള്ള കോച്ചിങ്ങിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കുടുംബത്തിലെയും സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, സിറ്റുവേഷൻസ് ഇതൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മളുടെ ചില പാറ്റേണുകൾ നമ്മൾ തിരിച്ചറിയുകയും അതിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കുട്ടികളിലും കുടുംബത്തിലും വളരെ വലിയ ഒരു മാറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരിക്കലും നമ്മൾ കുട്ടികളെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പുകളല്ല, പകരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പാറ്റേണുകൾ, പ്രധാനമായിട്ടുള്ള 5 പാറ്റേണുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ 5 പാറ്റേണുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു മനോഹരമായ കുടുംബാന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ഒന്നാമത്തെ പാറ്റേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് കോൾഡ് ആസ് കമ്പാരിസൺ പാറ്റേൺ. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയാറില്ലേ, നീ അവനെ കണ്ടുപിടിക്ക്, ഇവനെ കണ്ടുപിടിക്ക്, നിൻ്റെ കസിനെ കണ്ടോ എന്നൊക്കെ. നമ്മൾ ചിലപ്പോൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന ഈ കാര്യമായിരിക്കും. പക്ഷേ ഇത് കുട്ടികൾ റിസീവ് ചെയ്യുന്നത് ഞാൻ അത്ര പോരാ, എന്നെ കൊള്ളില്ല എന്ന തലത്തിലാണ്. ഇത് അവരുടെ സെൽഫ് വേർത്തിനെ ഭയങ്കരമായിട്ടും അഫക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്പാരിസൺ പാറ്റേണിനെ ഉറപ്പായിട്ടും നിർത്തേണ്ടതാണ്. കാരണം ഒരു ചെടി വളരണമെന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു ചെടിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, പകരം അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ നൽകിയാൽ മാത്രം മതി. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ അവരുടെ പ്രോഗ്രസ്സിനെ, അതായത് കുഞ്ഞ് മാറ്റങ്ങളാണെന്നുണ്ടെങ്കിലും പ്രോഗ്രസ്സുകളാണെന്നുണ്ടെങ്കിലും അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. നീ കഴിഞ്ഞ മാസത്തിനേക്കാളും അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിനേക്കാളും ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് കേട്ടോ. ഇത്തരത്തിലുള്ള അപ്രിസിയേഷനുകൾ അവർക്ക് കമ്പാരിസൺ പാറ്റേണിന് പകരം കൊടുക്കാം. രണ്ടാമതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ എനർജി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലിപ്പോൾ ചെറിയ വഴക്കുകൾ, ചിലപ്പോൾ ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ നടക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇമോഷണലി ഭയങ്കര റിയാക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിൽ നമ്മൾ ആരെങ്കിലുമായിട്ട് വിളിച്ച് ദേഷ്യപ്പെടും. ഇങ്ങനെയുള്ള ദേഷ്യം അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ്, ടെൻഷൻ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് കാണിച്ചില്ല എങ്കിൽ കൂടി ഈ ഒരു എനർജി, നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സ്ട്രെസ്സും ടെൻഷനും അവരിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അവരും വളരെയധികം ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ആകുന്നതായിട്ട് നമുക്ക് കാണുന്നതിന് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇമോഷണൽ ബാലൻസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെൽഫ് ഹീലിങ്ങിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ് എനർജി ട്രാൻസ്ഫർ എന്നുള്ളത്. മൂന്നാമത്തത്, നമ്മൾ ഈ ഒരു പാറ്റേൺ പല പേരൻസും ചെയ്യുന്നതാണ്. അതായത് മനസ്സിലാക്കാതെ നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില നേരങ്ങളിൽ നമ്മുടെ കുട്ടികൾ വല്ലാണ്ട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവരിങ്ങനെ ഒച്ച വെക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം അവരെ ശിക്ഷിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ റിയാക്ട് ചെയ്തിട്ട് നീ മിണ്ടാതിരിക്കും, നീ റൂമിൽ പോ എന്നൊക്കെയുള്ള തരത്തിൽ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളുടെ ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരുടെ ഈ ഒച്ചപ്പാടിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടാകും. പക്ഷെ ആ പെയിൻ എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാന്തമായിട്ടിരുന്ന് അവരോട് സംസാരിക്കാൻ തയ്യാറാകണം. അപ്പം നെക്സ്റ്റ് ടൈം ഇവരിങ്ങനെ ഒന്ന് ബേസ്റ്റ് ഔട്ട് ആകുന്ന സമയത്ത് നമ്മളൊന്ന് ശാന്തമായി അവരെ ഒന്ന് കേൾക്കാൻ, എന്താണ് നിനക്ക് പറയാനുള്ളത്, എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കാനും ഒന്ന് തിരക്കാനും തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ, അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാകുകയാണെന്നുണ്ട് എങ്കിൽ പലപ്പോഴും അതിൻ്റെ റൂട്ട് കോസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കും. അപ്പം ഉറപ്പായിട്ടും അടുത്ത തവണ നമ്മളവരെ ശിക്ഷിക്കുന്നതിന് മുന്നേ, നമ്മളവരെ അഡ്വൈസ് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഓവർ പ്രൊട്ടക്ഷനാണ്. പല പേരൻസും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഒരുപാട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ വല്ലാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാ തീരുമാനങ്ങളും എടുത്തു കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടുകളും അവരുടെ കൂടെ നിന്നിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുക. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ കുട്ടികൾക്ക് ഭയം കൂടുതലായിരിക്കും. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭയം കൂടുതലായിരിക്കും, ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭയം കൂടുതലായിരിക്കും. കാരണം ഇവർ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയി പോകും.
അപ്പോൾ ശരിക്കും ഈ ഒരു പാറ്റേണിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിലേക്ക് കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ അവർ കുഞ്ഞു തീരുമാനങ്ങൾ എടുത്തു തുടങ്ങണം. ആ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു ഫ്രീഡം അവർക്ക് നമുക്ക് കൊടുത്തു തുടങ്ങാം. അത് ചിലപ്പോൾ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നതിലായിരിക്കാം, ഒരു ഫുഡ് ചൂസ് ചെയ്യുന്നതിലായിരിക്കാം, ഒരു ഗെയിം ചൂസ് ചെയ്യുന്നതിലായിരിക്കാം. അങ്ങനെ ആ ഒരു തീരുമാനങ്ങൾ എടുത്തു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക. ഓവർ പ്രൊട്ടക്ഷൻ പാറ്റേൺ നമ്മൾ ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യുക. അവസാനത്തത് അഞ്ചാമതായിട്ടുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പലരും ചെയ്യുന്നത്. അത് വിളിക്കുന്ന പേര് ഇമോഷണൽ ഡിസ്റ്റൻസിങ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ചിലപ്പോൾ കുട്ടികളുടെ കൂടെ ഉണ്ടാകും. അവരെന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫോണിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തകൾ കൂടെ ആയിരിക്കും. നമ്മളപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ പ്രസൻ്റ് ആകില്ല. ഇത് പലപ്പോഴും കുട്ടികളെ വളരെയധികം അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ വളരെയധികം ബാധിക്കാറുണ്ട്. ഇമോഷണൽ ഡിസ്റ്റൻസ്, നമ്മൾ ഇമോഷണലി അവൈലബിൾ അല്ല, അവരൊറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് പലപ്പോഴും അവർക്ക് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും നമ്മളുടെ എല്ലാം മാറ്റിവെച്ചിട്ട്, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട്, ഫോണുകളൊക്കെ മാറ്റിവെച്ചിട്ട് അവർക്ക് പ്രസൻ്റ് ആകാം. അവരോട് കിടക്കുന്നതിന് തൊട്ട് മുന്നേ എങ്കിലും നമ്മളൊന്ന് കൈ ചേർത്ത് പിടിച്ച് അവരോട് പറയാം, ഐ ആം വിത്ത് യു, ഐ ലവ് യു ആൻഡ് യു ആർ സേഫ്. നീ സുരക്ഷിതയാണ്, നിന്നോടൊപ്പം ഞാനുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന മെസ്സേജ് നമുക്ക് അവർക്ക് കൊടുക്കാം. സത്യത്തിൽ ഈ 5 പാറ്റേണുകൾ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ വീട്ടിൽ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളേവരും ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യും, പുതിയൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു പേരൻസിന് ഇത് വേണ്ട ഒരാളിലേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത്, കൂടുതൽ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് പാറ്റേൺ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നും കൂടി കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് ഇമോഷണൽ ഹീലിംഗ് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ്.